2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ജനുവരി 23 പരാക്രം ദിവസമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജനുവരി 23 പരാക്രം ദിവസ്, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ISROയുടെ 100ാമത് ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് NVS-02 എന്ന് പറയുന്നത്. ISROയുടെ 100ാമത് ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് NVS-02, നാവിഗേഷൻ സാറ്റലൈറ്റ് 02 എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ് വിക്ഷേപിച്ചത്. 2025 ജനുവരി 29നാണ് വിക്ഷേപണം നടന്നത്. 100ാമത് ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് NVS-02. GSLV F-15 റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടത്തിയത്. അടുത്ത ഒരു പരീക്ഷണമാണ് RRMTD എന്ന് പറയുന്നത്. ISROയുടെ ഒരു പരീക്ഷണമാണ് RRMTD, അതായത് റീലൊക്കേറ്റബിൾ റോബോലിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് ആണ് RRMTD എന്ന് പറയുന്നത്. ISROയുടെ ഒരു ദൗത്യമാണ്. ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ ഒരു പരീക്ഷണമാണ് RRMTD എന്ന് പറയുന്ന പരീക്ഷണം എന്ന് പറയുന്നത്. അത് വിക്ഷേപിച്ചതും ഈ പറയുന്ന 2025 ജനുവരിയിലാണ്. അതുപോലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടി കീഴടക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്നുള്ള ഒരു ബഹുമതി കിട്ടിയ വ്യക്തിയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്ന പെൺകുട്ടി. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലും പറയാം, എവറസ്റ്റ് കീഴടക്കിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന് പറയുന്നത് കാമ്യ കാർത്തികേയനാണ്.